മഹേന്ദ്രയുടെ വാഹന ഉടമകൾക്ക് വേണ്ടി ആ വാഹനത്തിൻ്റെ ഒരു ത്രില്ലും പവറും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഗ്രേറ്റ് എസ്കേപ്പ് നടത്തുന്ന പതിവുണ്ട്. 52ാമത് ഗ്രേറ്റ് എസ്കേപ്പ് നടത്തിയത് മൂന്നാറിലാണ്. ക്ലബ് മഹേന്ദ്രയിൽ നിന്നാണ് ഈ ഗ്രേറ്റ് എസ്കേപ്പ് നടത്തിയത്. അതിൻ്റെ ഒരു ചെറിയ വിവരണമാണ്. സാഹസിക ഡ്രൈവിന് ഹരം പകരുന്നതിന് വേണ്ടിയാണ് മഹേന്ദ്ര ഇത്തരത്തിലൊരു ഡ്രൈവ് സംഘടിപ്പിച്ചതും അതിന് ഗ്രേറ്റ് എസ്കേപ്പ് എന്ന പേര് നൽകിയതും. മൂന്നാറിലെ ക്ലബ് മഹേന്ദ്ര റിസോർട്ടിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. പ്രശസ്ത ഡ്രൈവർ ഹരിസിംഗ് ആണ് ട്രാക്ക് നിർണ്ണയിച്ചത്. ഫ്ലാഗ് ഓഫിന് മുൻപ് പങ്കെടുക്കുന്നവർക്ക് വേണ്ട മാർഗനിർദ്ദേശവും അദ്ദേഹം നൽകി. The first car, as we flag off, we'll be going a little slow in convoy. Car number 1, please don't overtake. രാവിലെ 9:30 മഹേന്ദ്രയുടെ കോർപ്പറേറ്റ് വിഭാഗം വൈസ് പ്രസിഡന്റ് റോമ ബെൽവാനിയുടെ സാന്നിധ്യത്തിൽ മൂന്നാർ ഡിവൈഎസ്പി പി വി ചാക്കോയാണ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തത്. 40 വാഹനങ്ങളാണ് റാലിയിൽ പങ്കെടുത്തത്. ഇത്തരത്തിൽ മഹേന്ദ്ര ഒരു റാലി സംഘടിപ്പിക്കാനുണ്ടാകുന്ന കാരണത്തെക്കുറിച്ച് റോമ ബെൽവാനി. This is the 52nd Mahindra Great Escape. It's basically a customer-centric event. We like to get all our customers together, experience our Mahindra vehicles, the DNA of the Mahindra vehicle, which is rugged, which has a very off-road kind of experience to give them. Normally they drive the car on a tarmac. This vehicle, the Mahindra vehicle, can also go off-road. So we want them to experience that. ക്ലബ് മഹേന്ദ്രയിൽ നിന്ന് ആരംഭിച്ച റാലി തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയായിരുന്നു യാത്ര. മഹേന്ദ്ര സ്കോർപിയോ, ബൊലേറോ, ഇൻവേഡർ തുടങ്ങി 1942 മുതൽ 2009 വരെയുള്ള മഹേന്ദ്രയുടെ എല്ലാ 4 വീൽ വാഹനങ്ങളും ഇതിൽ അണിനിരന്നു. മെയിൻ റോഡിൽ നിന്ന് ഗൂഡംപാറ എസ്റ്റേറ്റിലേക്ക് ജീപ്പുകൾ കയറി. കാട്ടിനുള്ളിലൂടെ പോകുന്ന പ്രതീതിയായിരുന്നു. ചില അവസരങ്ങളിൽ മാത്രം 4 വീൽ ഡ്രൈവിലേക്ക് ഗിയർ ലിവർ മാറ്റേണ്ടി വന്നുള്ളൂ. അങ്ങനെ യാത്ര ഏറ്റവും ഉയരമുള്ള പ്രദേശത്തെത്തി. ഇതിൽ കുടുംബത്തോടെ റാലിയിൽ പങ്കെടുത്ത നിരവധി പേരുണ്ടായിരുന്നു. മറ്റു ചിലർ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷേ ഇറ്റ് വാസ് വെരി ഗ്രേറ്റ്. ഇച്ചിരി ടഫായിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് വന്നത്. ഒരു 10 വയസ്സ് പറഞ്ഞാലോ തോന്നുന്നു. ചില ജീപ്പുകൾ ചെളിയിലേക്ക് താഴ്ന്നു പോവുകയും അവ വിഞ്ചിന്റെ സഹായത്താൽ കരകയറ്റുകയും ചെയ്തു. ഇത്തരത്തിൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി യാത്ര തിരിച്ച് ക്ലബ് മഹേന്ദ്രയിൽ തന്നെ എത്തിച്ചേർന്നു.